ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ലാസ്റ്റ് ഡേ ബാട്ടു കേവ്സ് കണ്ടതിന് ശേഷം കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സെൻട്രൽ മാർക്കറ്റും പെറ്റ്ലിംഗ് സ്ട്രീറ്റും ഒക്കെ ഒന്ന് പോയി. ഇപ്പോൾ ഞങ്ങൾ മെർഡെക്ക സ്ക്വയറും KL ടവറും കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ജസ്റ്റ് മെർഡെക്ക സ്ക്വയറും KL ടവറും കൂടി കാണാൻ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാണ്. തൊട്ടടുത്ത് ഇവിടെ നിന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഫൗണ്ടെയിനും ഇതൊക്കെ ആയിട്ട് ഒരു ക്ലോക്ക് ടവറും ഒക്കെ ആയിട്ട് പിള്ളേർ ഇന്ന് വെള്ളത്തിൽ കളിക്കുന്ന ഡ്രസ്സുണ്ട്. സുൽത്താൻ അബ്ദുൽ സമദ് ജാമക് മോസ്ക് അല്ലേ? വൈകിട്ടപ്പോൾ നല്ല വ്യൂ അല്ല, ലൈറ്റൊക്കെ ഇട്ടിട്ട് ഹിസ്റ്റോറിക് എന്തോ സംഭവമൊക്കെ ഉള്ളതാ. ഇവിടെ ചുമരിലൊക്കെ നല്ല ഇതുണ്ടോ? ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. അങ്ങനെ ഒച്ചയും ബഹളമൊന്നും ഇല്ല. ആൾക്കാരൊക്കെ ഇങ്ങനെ വൈകിട്ട് വന്ന് വെറുതെ ഇങ്ങനെ ഇരിക്കുന്നു. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുണ്ട്. അവിടെ പഴയ ഇതാണ്, മറ്റേ ഗവൺമെന്റ് ബാങ്ക് ഉണ്ടായിരുന്നു, പിന്നെ വേറെന്തോ ഒരു ഗവൺമെന്റ് ബിൽഡിംഗ്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ലൈബ്രറിയും കണ്ടു, ക്വാലാലംപൂർ ലൈബ്രറി. ഇതിൻ്റെ ഉള്ളിൽ ആക്ച്വലി ഭയങ്കര രസമാണ്. ബുക്കൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്നത് കാണാൻ. എൻ്റെ ഒരു ടൈമിംഗ് കഴിഞ്ഞു. പിന്നെ ഇവിടെ നല്ല ഹൈറ്റിലാണ്, ഭയങ്കര ഹൈറ്റിലാണ്. ഇൻഡിപെൻഡൻസ് അല്ലേ? എല്ലായിടത്തും ഉണ്ടാവുമല്ലോ ഇൻഡിപെൻഡൻസ്. ഉണ്ടാവും. ബ്രിട്ടീഷുകാരെ കൊണ്ട് കുറച്ച് ഗുണമുണ്ടായിരുന്നു. ഈ കാണുന്നത് ട്വിൻ ടവർ, ഈ കാണുന്നത് KL ടവർ. ഇനി നമ്മൾ KL ടവറിലോട്ടല്ലേ പോകുന്നത്. ആ ട്വിൻ ടവറിൽ നിന്ന് വേറെ ലൈറ്റാ അല്ലേ? നമ്മൾ പോയ ദിവസം ഫുള്ള് വൈറ്റ് ആയിരുന്നു. ഇപ്പോഴാണ് ഇവിടെ സൺസെറ്റ് ആയത്. ഓൾമോസ്റ്റ് 7:30 ആയി. അപ്പോഴാണ് ശരിക്കും ഇരുട്ട് വീണ തുടങ്ങിയത്. ഇതെന്താ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന സ്പോർട്സ് ക്ലബ്? പ്രൈവറ്റ് സ്പോർട്സ് ക്ലബ്ബ്. ഈ മറ്റേ നമ്മുടെ ഡാൻസ് ക്ലബ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ എന്തോ പ്രീമിയം എന്തോ സംഭവമാണ്. മെമ്പർഷിപ്പ് ഉള്ളവർക്ക് മാത്രം കയറാൻ അങ്ങനത്തെ പരിപാടി. ഇവിടെ ഒരു ക്ലോക്ക് ടവർ ഉണ്ടല്ലേ? ക്ലോക്ക് ടവർ അല്ല ആക്ച്വലി ഇത് ഫുള്ളെന്ന് പറയുന്നത് സുൽത്താൻ അബ്ദുൽ സമദ് ബിൽഡിംഗ് ആണ്. പഴയ മറ്റേ ഗവൺമെന്റ് ബിൽഡിംഗ് ആണ്. ഇത് എന്താ? അത് മെർഡെക്ക എന്തോ ടവർ, 118 ടവർ. അത് എവിടെ പോയാലും നമ്മൾ കാണുമല്ലേ? ഇത് ഭയങ്കര പഴയത്. ഇപ്പൊ റിനോവേഷൻ നടക്കുന്നതുകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ടിരിക്കുന്നു. ഈ ഡോംസ് ഒക്കെ 1800-കളിലാണെന്ന് പറയുന്നുണ്ട്. നമ്മളിതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്നാണല്ലേ കണ്ടേ? അയ്യോ, രസമുണ്ടല്ലേ? അത് കൊള്ളാം. എന്തിനാ ഫോഗ് എഫക്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ റോഡിലോട്ടായിരുന്നെങ്കിൽ ചൂട് കുറയ്ക്കാനാന്ന് പറയാം. ഇതിപ്പോ എന്താന്ന് മനസ്സിലാവുന്നില്ല അല്ലേ? ഇതിന്റെ ബ്രിഡ്ജിന്റെ മുകളിൽ കണ്ടില്ലേ അടിച്ചിടുന്നു. നീല ലൈറ്റ് വിട്ട് ഇത് വിട്ടപ്പോഴേക്ക് നല്ല ഭംഗിയല്ല? ഒരു അധോലോക സെറ്റപ്പ് ഉണ്ട്. റിവർ ഓഫ് ലൈഫും ജാമക് മോസ്കിൻ്റെ പരിസരങ്ങളും ഒക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി ഇവിടുന്ന് ഞങ്ങൾ ക്യാബ് എടുത്ത് KL ടവറിലോട്ടാണ് പോകുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ KL ടവറിലെത്തിയല്ലേ. ഞങ്ങൾ ക്യാബിന് വെയിറ്റ് ചെയ്ത് കുറേ നേരം നിന്നു. ഒരു ക്യാബ് ഞങ്ങളെ ക്യാൻസൽ ചെയ്തു, ഞങ്ങൾ 2 ക്യാബ് ക്യാൻസൽ ചെയ്തു. കാരണം ഒത്തിരി ദൂരെ നിന്നാണ് വരണത്. അപ്പം നമ്മൾ 14 മിനിറ്റും 15 മിനിറ്റും വെറുതെ അവിടെ വെയിറ്റ് ചെയ്യണം അല്ലേ? അങ്ങനെ ലാസ്റ്റ് ഒരു ക്യാബ് കിട്ടി, ഞങ്ങളെത്തി. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഈ ചുറ്റുമുള്ള ബിൽഡിങ്സ് ആണ് ഭംഗി. അതെ, ബാക്കിൽ നമ്മളുടെ മറ്റേ ടവറുണ്ട്. ടവറിൻ്റെ ഒരു ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ അല്ലേ? ചുമ്മാതല്ല, ഇത് എവിടെ നിന്നാലും നമുക്ക് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു സിറ്റി ഏരിയയിൽ എവിടെ നിന്നാലും ഇത് കാണാൻ പറ്റില്ലേ? നമ്മളിങ്ങനെ ക്യാബിൽ പോകുമ്പം ദേ ട്വിൻ ടവർ, ദേ KL ടവർ, അങ്ങനെയാണ് കളർഫുൾ ആയിട്ടിരിക്കുന്ന ട്വിൻ ടവർ. ഇന്നിപ്പോൾ റെഡും ഗോൾഡൻ കളറും അല്ലേ? പവലിയൻ മാളും കാണും, അതാ ഞാൻ പറഞ്ഞത്.
അയ്യോ, പേടിച്ചു പോയല്ലോ. ഇതിപ്പോ ഞാൻ എങ്ങനെ ഫോക്സ് സ്റ്റുഡിയോസിന്റെ ഇതല്ലേ? ഇത് കൊള്ളാലോ. നമ്മള് വന്നത് അറിഞ്ഞിട്ടതാന്ന് തോന്നുന്നു. പ്രൈഡ് മന്തിന്റെ ആണോ എന്നത്? ഫുൾ കളർഫുൾ ലൈറ്റ്സ് അല്ലേ? പ്രൈഡ് മന്തിന്റെ ആണെന്ന് തോന്നുന്നു അല്ലേ? ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള. ഓ, അങ്ങനത്തെ സംഭവം. രസമല്ലേ? KL ടവറിൻ്റെ താഴെ തന്നെ നമുക്ക് അത്യാവശ്യം കുറച്ച് റെസ്റ്റോറൻറ്റ്സും സോവനിയേഴ്സ് മേടിക്കാനുള്ള ഷോപ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ നിന്നില്ല, കാരണം നമുക്ക് നാളെ ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ അധികം ടൈം നമ്മൾ വേസ്റ്റ് ചെയ്യാതെ നേരെ തിരിച്ച് ഹോട്ടലിലോട്ട് പോയി. അപ്പോൾ മലേഷ്യൻ സീരീസ് ഇവിടെ തീരുവാണ്. ഇതൊക്കെയാണ് ഞങ്ങൾ മലേഷ്യയിൽ കണ്ടത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.